ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്നലെ എൻ്റെ കൂട്ടുകാരത്തി നിഷ വീട്ടിൽ വന്നപ്പോഴേ കുറച്ച് രക്തകദളി പഴം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. ഇത് പിള്ളേരങ്ങനെ കഴിക്കത്തില്ല, കാരണം അതിനൊരു മെഡിസിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. അത് പിള്ളേർക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം അത് കളയാൻ പറ്റത്തില്ല, കാരണം എന്നാ വെച്ചാൽ എൻ്റെ കൂട്ടുകാരി കൊണ്ട് തന്നതാണ്. അപ്പോൾ അതിനെ എന്തെങ്കിലും രൂപാന്തരണം സംഭവിച്ച് മാറ്റണം. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു റെസിപ്പിയാണേ. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇതിനായിട്ട് ഞാൻ എടുത്തത് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മൊത്തം പഴത്തിനെയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്മാഷ് ചെയ്താൽ പോരെ, നന്നായി അരച്ച് തന്നെ എടുക്കണം കേട്ടോ. കാരണം പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണ്ട. അതിനെ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അളന്ന് നോക്കിയപ്പം 1.5 കപ്പാണ് ഉള്ളത്. 1.5 കപ്പ് പഴത്തിനെയും അരച്ചതിനെ മാറ്റി വയ്ക്കാം. ഇനിയും ആവശ്യമുള്ള സാധനമാണ് 1 കപ്പ് പഞ്ചസാര, ഒരു ഫ്രഷ് ക്രീമിൻ്റെ പാക്കറ്റ്, ഒരു ബട്ടറിൻ്റെ പാക്കറ്റും എടുത്ത് വെക്കുക. ഇതിൻ്റെ ഒന്നും ഫുള്ളായിട്ട് ആവശ്യമില്ല, കുറച്ച് ആവശ്യമേ ഉള്ളേ. നമ്മളൊരു ഫ്രൈങ് പാൻ ചൂടായി വരുമ്പോഴേ അതിലേക്ക് എടുത്തു വെച്ച ബട്ടറിൽ നിന്നും ഒരു ചെറിയ കഷ്ണം ആഡ് ചെയ്യുക. അതായത് 1 ടേബിൾ സ്പൂണോളം ഉള്ളൂ. ആ ബട്ടറിട്ട് ഒന്ന് മെൽറ്റായി വരുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം മുഴുവനായിട്ട് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനിയും ഇതിൻ്റെ സ്മെല്ല് പോകുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയിൽ 1 കപ്പ്, അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂണോളം അതിലേക്കിടാം. വീണ്ടും ഒരു 2 നുള്ളോളം ഉപ്പും കൂടെ ഇട്ട് വീണ്ടും ആ പഴത്തിനെ ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ സ്മെല്ല് മാറിയതിന് ശേഷം അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും അതേ ഫ്രൈയിങ് പാനിലേക്ക് തന്നെയാണ് ഞാൻ പഞ്ചസാര ഇട്ടിരിക്കുന്നത്. പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ടാണ് ഇട്ടത്. നല്ലൊരു ക്യാരമൽ കളർ ആയി വരുമ്പോഴത്തേക്കിന് ഇനി എടുത്തു വെച്ച ബട്ടറിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ആഡ് ചെയ്യാം. ഈ ഫുൾ റെസിപ്പിക്ക് നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ട് അതിന് ശേഷം നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ പകുതി പോർഷൻ, ആ പാക്കറ്റിൻ്റെ പകുതിയോളം ഈ ഇതിലേക്കിട്ട് ക്യാരമലിലേക്കിട്ട് അതിനെ സോസാക്കാം. ഇതിപ്പോൾ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്യാരമൽ സോസിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിലെ വേവിച്ചരച്ച് വെച്ചിരുന്നേ ആ പഴവും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. അതായത് ഒരു അലുവ പരുവത്തിലേക്കാണ് ഇനി ആകാൻ പോകുന്നത്. ആ പരുവം എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു ഗ്രാമ്പൂവിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാനായിട്ടാണ് കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. ഇനിയും ഈ പരുവത്തിലാകണം, അതായത് ഉരുണ്ട് ബോൾ പരുവത്തിലേക്ക് നല്ല രീതിയിൽ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാവുമ്പോൾ തീ ഓഫ് ചെയ്ത് ഞാൻ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ബട്ടർ തേച്ച് വെച്ച പാത്രത്തിലേക്ക് ചൂടോടെ ഇട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാനിടുന്ന റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. എൻ്റെ പേര് മോളമ്മ മാത്യൂസ് എന്നാണ്. ഇത് ഭയങ്കര വ്യത്യസ്തമായൊരു റെസിപ്പിയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഇത്രയും നല്ലതാവുമെന്ന് വിചാരിച്ചില്ല. അടിപൊളി റിസൾട്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരെ കഴിപ്പിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. മൂത്ത മോടെ 10ാം ക്ലാസ്സിലെ ക്ലാസ് കഴിഞ്ഞ് അവളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. ബോൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ആക്കാം. ഇനി കുക്കി പറയും. നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ, സൂപ്പറാ.